എല്ലാവർക്കും നമസ്കാരം. ഇലക്ഷൻ കഴിഞ്ഞു, റിസൾട്ട് അറിഞ്ഞു. അതിനുശേഷം മുഖ്യമന്ത്രിയെ തീരുമാനിക്കാനുള്ള കഷ്ടപ്പാടിലാണ് കോൺഗ്രസ്. വി.ഡി. സതീശനെ മുഖ്യമന്ത്രിയാക്കിയില്ലെങ്കിൽ ഒരു സ്ഥാനത്തും തുടരാൻ അദ്ദേഹത്തിന് സാധിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ട് വി.ഡി. സതീശൻ ഇപ്പോൾ യഥാർത്ഥത്തിൽ ആരാവും മുഖ്യമന്ത്രി എന്നുള്ള ഒരു ചോദ്യമാണ് ഇപ്പോൾ ഉള്ളത്. മിക്കവാറും ഇവരെല്ലാവരും കൂടി ഒരു താമര കൂടി വിരിയിക്കുമോ എന്നുള്ള ആശങ്കയിലാണ് ബി.ജെ.പി. പ്രവർത്തകർ. എന്തായാലും നിങ്ങളുടെ അഭിപ്രായം ഒന്ന് കമന്റിൽ രേഖപ്പെടുത്തുക. തന്നെ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് പരിഗണിച്ചില്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങൾ വേണ്ട എന്ന കടുത്ത നിലപാടിൽ വി.ഡി. സതീശൻ. നിരീക്ഷകരുമായുള്ള ആദ്യ കൂടിക്കാഴ്ചയിൽ തന്നെ ഇക്കാര്യം വി.ഡി. സതീശൻ വ്യക്തമാക്കി. കമലേഷ് ചേരുന്നു. നിരീക്ഷകരുമായി ആദ്യം നടത്തിയ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങളാണ് ഇപ്പോൾ വന്നത്. അതായത് ഒരു ടീമായിട്ടാണ്, ഒരു ടീം UDF എന്ന നിലയിൽ ഒരു കോalitionാണ് ഇവിടെ നയിച്ചു വന്ന അധികാരത്തിലേക്ക്. അതിന്റെ പരിഗണന വേണം. വെറും സാങ്കേതികമായ കാര്യങ്ങൾ മാത്രം, MLA-മാരുടെ എണ്ണം മാത്രം നോക്കരുത്. എല്ലാ ഘടകങ്ങളും രാവിലെ മുതൽ നമ്മൾ പറയുന്നതാണ്. ആ ചേരി തുടക്കം മുതൽ പറഞ്ഞൊരു പോയിന്റ്, എല്ലാ ഘടകങ്ങളും പരിഗണിക്കണമെന്നുള്ളതാണ്. MLA-മാരുടെ എണ്ണം, ഘടകകക്ഷി നേതാക്കളുടെ അഭിപ്രായം, പൊതുസ്ഥിതി, പോപ്പുലാരിറ്റി, ഇതൊക്കെ തന്നെ പരിഗണിക്കണം. അതേ നിലപാടാണ് സതീശൻ പറഞ്ഞത്. ഈ രീതിയിൽ ടീമിനെ നയിച്ച ആളെന്ന നിലയിൽ തനിക്ക് അതിന്റെ ഒരു പരിഗണന കിട്ടിയിട്ടില്ലെങ്കിൽ മറ്റ് സ്ഥാനങ്ങളിലേക്ക് എന്നെ പരിഗണിക്കേണ്ട എന്നുള്ള മെസ്സേജാണ്